എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. മുത്തപ്പൻ ദൈവത്തെക്കുറിച്ചാണ്. കാലഭേദമില്ലാതെ കെട്ടിയാടിക്കപ്പെടുന്ന ദേവതയാണ് മുത്തപ്പൻ. പല സ്ഥാനങ്ങളിലും മുത്തപ്പനോടൊപ്പം തിരുവപ്പൻ എന്ന തെയ്യവും പതിവുണ്ട്. മുത്തപ്പനെ സംബന്ധിച്ച പല കഥകളും പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും അവയൊന്നും മുത്തപ്പൻ്റെ ശരിയായ സങ്കല്പം വ്യക്തമാക്കുന്നവയല്ല. ഈ തെയ്യത്തിൻ്റെ പശ്ചാത്തലമായ പുരാവൃത്തമെന്തെന്ന് പരിശോധിക്കാം. അയ്യങ്കര മോലോത്തെ പാടിക്കുറ്റിയമ്മ സന്താന ലാഭമില്ലാതെ ദുഃഖിക്കുന്ന സമയം. ഒരു ദിവസം തിരുവൻകടവിൽ കുളിക്കാനിറങ്ങിയ പാടിക്കുറ്റിക്ക് ഒരു പൊന്മകനെ കിട്ടി. അയ്യങ്കരനും പാടിക്കുറ്റിയും കൂടി അവനെ വളർത്തി വലുതാക്കി. അവൻ മത്സ്യമാംസാദികളിൽ താൽപ്പര്യം കാണിച്ചു. പല ജീവികളെയും അവൻ നായാടിപ്പിടിച്ച് ചുട്ടുകരിച്ച് തിന്നു. അയ്യങ്കരന് ഇതൊന്നും ഇഷ്ടമായില്ല. പഴക്കുല തൂക്കിയാൽ എല്ലാം അവൻ ഭക്ഷിക്കും. അവനെക്കൊണ്ട് പൊറുതിയില്ലാതായി. മാതാപിതാക്കൾ അവനെ ഗുണദോഷിച്ചു. അപ്പോൾ കോപം കൊണ്ട് അവൻ്റെ കണ്ണുകൾ കലങ്ങി. നോക്കുന്നതെല്ലാം ദഹിച്ചു തുടങ്ങി. അവനെ അവിടെ വെച്ചു പൊറുപ്പിക്കാൻ സാധ്യമല്ലാതായി. അവനോട് അവിടം വിട്ടുപോകുവാൻ പാടിക്കുറ്റി ആവശ്യപ്പെട്ടു. അഗ്നിയെരിയുന്ന ആ കണ്ണുകൾ കൊണ്ട് നാശമുണ്ടാക്കരുതെന്ന് കരുതി തൃക്കണ്ണ് പോയി പൊയ്ക്കണ്ണാകട്ടെ എന്ന് പാടിക്കുറ്റിയമ്മ പ്രാർത്ഥിച്ചു. അവിടെ നിന്നും പുറപ്പെട്ട ആ ദൈവം മധുവൻ പനയുടെ മുകളിലേറി കള്ളെടുത്ത് കുടിച്ചു മതിച്ചു. കല്ലായിക്കൊടി ചന്ദൻ ഇത് കണ്ട് കോപിച്ച് അമ്പെയ്യുവാൻ തുനിഞ്ഞു. അപ്പോഴേക്കും ദൈവത്തിൻ്റെ കോപം കൊണ്ട് അവൻ ശിലയായി മാറിക്കഴിഞ്ഞു. ചന്ദനെ തേടി വന്ന ചക്കി പനമേൽ ആ ദൈവത്തെ കണ്ടു. അറിയാതെ ചന്ദൻ പിഴ ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യാമെന്ന് അവൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ചന്ദൻ മുൻസ്ഥിതിയിലായി എഴുന്നേറ്റു. മാണിപ്പറമ്പ്, ഓണപ്പറമ്പ്, പുന്നാട്, ആഞ്ചിലാട്ടുകുന്ന്, മുഴക്കുന്ന് തുടങ്ങിയ പല സ്ഥലങ്ങളിലും മുത്തപ്പൻ ദൈവം സഞ്ചരിച്ചു. കുന്നത്തൂർ പാടി ഈ ദൈവത്തിൻ്റെ ആദി സങ്കേതമത്രേ. പറച്ചിനി മടപ്പുരയിൽ മുത്തപ്പനെ നിത്യേന കെട്ടിയാടിക്കുന്നു. മുത്തപ്പൻ, തിരുവപ്പൻ എന്നീ രണ്ട് കോലങ്ങളും ഒരേ ദേവതയുടെ സങ്കല്പഭേദങ്ങളാണ്. പാടിക്കുറ്റിയമ്മയോട് പിരിഞ്ഞ് പൊയ്ക്കണ്ണുമായി പുറപ്പെട്ട ദൈവം തിരുവപ്പനാണെന്ന് പുറപ്പാടുകൊണ്ട് തന്നെ വ്യക്തമാകും. ഈ ദൈവം തന്നെയാണ് മധുവൻ പനയിൽ നിന്ന് കള്ളെടുത്ത് കുടിച്ചതും. പനമേൽ കാണപ്പെട്ട വാർദ്ധക്യാകൃതി പൂണ്ട ദൈവത്തെ പൊൻമുത്തപ്പ എന്ന് ചക്കി വിളിക്കുകയുണ്ടായല്ലോ. ഈ ദൈവം പുരളിമലയിൽ ചെന്ന് വാണിരുന്നതിനാൽ പുരളിമല മുത്തപ്പൻ, നന്മല മുത്തപ്പൻ എന്നീ പേരുകളുമുണ്ടായി. ഇനി വേറൊരു മുത്തപ്പൻ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.